ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് ആണ്. അപ്പോൾ 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ പാഠഭാഗമായ കളിക്കാം ചിരിക്കാം എന്ന പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് അതിന്റെ ക്ലാസ്സുകൾ നൽകിയേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് നോക്കിയാലോ. ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദകരമായ കടി. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? രുചികരമായ ഭക്ഷണം അല്ലേ? അവിടെ താഴെയായിട്ട് ജെയിംസ് ബിയേർഡിന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്. ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ പൊതു ഇടമാണ്. എല്ലാവരും ആഹാരം കഴിക്കുന്നു അല്ലേ? എല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ്. എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്, ഒരു സാർവത്രികമായ അനുഭവം. ലുക്ക് അറ്റ് ദ പിക്ചർ. പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി ഇരുന്ന് ആഹാരം കഴിക്കുന്നു. ആരോ വാതിലിന്റെ വെളിയിൽ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ കുട്ടിയുടെ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ താഴെയായി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? ദ ഗേൾ ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡൈനിങ് ടേബിൾ ആൻഡ് ഈറ്റിംഗ് ഹെർ ഫുഡ്. ആ പെൺകുട്ടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവളുടെ ഫുഡ് കഴിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു ഇഫ് സമൺ കം ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിംഗ് യുവർ ഫുഡ്? നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻസർ എഴുതാം. ഐ വുഡ് ഫസ്റ്റ് ഗ്രീറ്റ് ദം ആൻഡ് ദെൻ ഇൻവൈറ്റ് ദം ടു സിറ്റ് ഡൗൺ. ഇഫ് ഇറ്റ് ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഐ മൈറ്റ് ഇൻവൈറ്റ് ദം ടു ജോയിൻ മീ. ആദ്യം ഞാൻ അവരെ ക്ഷണിച്ച് ഇരിക്കാൻ പറയും. അതിനുശേഷം ക്ലോസ് ഫ്രണ്ടോ റിലേറ്റീവോ ആണെങ്കിൽ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും എന്നെഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആൻസർ എഴുതാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ ഒരു സ്പെഷ്യൽ സൂപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആകർഷകമായ സ്റ്റോറി ഉണ്ട്. നമ്മൾ വായിച്ച് ആസ്വദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റോൺ സൂപ്പ്. കഥയുടെ പേരാണ് ദ സ്റ്റോൺ സൂപ്പ്. കല്ലുകൊണ്ടുണ്ടാക്കിയ സൂപ്പ് അല്ലേ? ദ ജേണി, ഒരു യാത്രയെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഒരു ചൂടുള്ള നല്ല വെയിലുള്ള ഒരു ദിവസം. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ട്രാവലർ മീൻസ് സഞ്ചാരി. ഒരു യുവസഞ്ചാരി ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അവൻ ക്ഷീണിതനായിരുന്നു, ഒപ്പം അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഹംഗ്രി, വിശപ്പ്. ദ സ്ട്രീറ്റ് വെയർ എംപ്റ്റി. അവിടുത്തെ തെരുവുകളെല്ലാം ശൂന്യമായിരുന്നു. എവരി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിരിക്കുകയായിരുന്നു അവിടുത്തെ വീടുകളുടെ. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ആ ഗ്രാമം ഒരു സൗഹൃദരഹിതമായ സ്ഥലം പോലെ അയാൾക്ക് തോന്നി. ദ ഹോപ്പ്, പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെ പറയാം. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. അവസാനം അയാൾ ഒരു കുടിലിൽ എത്തിച്ചേർന്നു. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. അയാൾ എന്ത് ചെയ്തു? ഡോറിൽ, വാതിലിൽ തട്ടി വിളിച്ചു. An old woman peeked out and opened the door. ഒരു വയസ്സായ സ്ത്രീ എത്തി നോക്കിയിട്ട് വാതിൽ തുറന്നു. Who are you? She asked. നീ ആരാണ് എന്ന് ആ വൃദ്ധ ചോദിച്ചു. I am a traveler and I am very hungry, he said. ഞാനൊരു സഞ്ചാരിയാണ്, എനിക്ക് വളരെ വിശക്കുന്നു എന്ന് അയാൾ മറുപടി പറഞ്ഞു. Could you please give me something to eat? നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ കഴിയുമോ എന്ന് അയാൾ ചോദിച്ചു. വി ആർ ഓൾ വെരി പുവർ, ദ വുമൺ സെഡ്. ഞങ്ങളെല്ലാം ദരിദ്രരാണെന്ന് ആ വൃദ്ധ മറുപടി പറഞ്ഞു. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽസ്. ഞങ്ങൾക്ക് തന്നെ വേണ്ടത്ര ഭക്ഷണമില്ല എന്ന് അവർ പറഞ്ഞു. ആൻഡ് ഷീ ക്ലോസ്ഡ് ദ ഡോർ. എന്നിട്ട് എന്ത് ചെയ്തു? അവർ വാതിലടച്ചിട്ട് പോയി. ടെക്സ്റ്റ് ബുക്കിൽ താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടായിരിക്കും ആ വൃദ്ധയായ സ്ത്രീ ആ ട്രാവലർക്ക്, സഞ്ചാരിക്ക് ഫുഡ് കൊടുക്കാൻ വിസമ്മതിച്ചത്? Because she and her family were very poor and did not have enough food for themselves. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിന് തന്നെ കഴിക്കാനുള്ള ഫുഡിൽ അവർ വളരെ ദരിദ്രരായ ഫാമിലി ആയതുകൊണ്ടാണ് വിസമ്മതിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു എഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? ആ വൃദ്ധയായ സ്ത്രീ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നോ, ഇല്ലല്ലേ. എവരിവൺ ഷുഡ് ലേൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിംഗ്. എല്ലാവരും ഷെയറിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം അല്ലേ? ദ സൂപ്പ് സ്റ്റോൺ, കല്ലുകൊണ്ടുള്ള സൂപ്പ്. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗൈൻ. ആ സഞ്ചാരി ബാഗിൽ നിന്നും ഒരു ഉരുണ്ട കല്ലെടുത്തതിന് ശേഷം വീണ്ടും ആ വാതിലിൽ മുട്ടി. ദ ഓൾഡ് വുമൺ ഓപ്പൺഡ് ദ ഡോർ. ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും വാതിൽ തുറന്നു. വാട്ട് നൗ? ഷീ ആസ്ക്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. എന്തു വേണം?
ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ അനൗൺസ്ഡ്. ട്രാവലർ അപ്പൊ എന്ത് പറഞ്ഞു? സഞ്ചാരി പറഞ്ഞു, ഞാൻ കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇറ്റ്സ് ഡെലീഷ്യസ്, അത് വളരെ രുചികരമാണ്. സ്റ്റോൺ സൂപ്പ്, ദ വുമൺ ജിഗ്ഡ്. കല്ലുകൊണ്ട് സൂപ്പോ? വൃദ്ധയായ സ്ത്രീ ചിരിച്ചു. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? നിങ്ങൾക്ക് എങ്ങനെ ഒരു കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും? ഓ യെസ് ഐ ക്യാൻ, ദ ട്രാവലർ സെഡ്. എനിക്ക് പറ്റും എന്നാ സഞ്ചാരി പറഞ്ഞു. ഹീ ലുക്ഡ് സോ കോൺഫിഡന്റ്. അയാളെ അപ്പോൾ നല്ല ആത്മവിശ്വാസമുള്ളവനായി കണ്ടു. ദ വുമൺ ലെറ്റ് ഹിം ഇൻ. അപ്പോൾ വൃദ്ധയായ സ്ത്രീ അയാളെ അകത്ത് കടക്കാൻ സമ്മതിച്ചു. ടെക്സ്റ്റ് ബുക്കിന്റെ താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ജിഗിൾ? എന്തുകൊണ്ടാണ് ആ സ്ത്രീ ചിരിച്ചത്? ബിക്കോസ് ഷീ ഫൗണ്ട് ദ ഐഡിയ ഓഫ് മേക്കിംഗ് സൂപ്പ് ഫ്രം എ സ്റ്റോൺ ടു ബി അൺബിലീവബിൾ. കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ? എന്തുകൊണ്ടാണ് ആ സഞ്ചാരിയെ വീടിനുള്ളിലേക്ക് ആ സ്ത്രീ കയറാൻ അനുവദിച്ചത്? ആൻസർ, ബിക്കോസ് ഷീ വാസ് വാണ്ടഡ് ടു സീ ഇഫ് ഹി കുഡ് ആക്ച്വലി മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കുന്നത് അവർക്ക് കാണണമായിരുന്നു. അതുകൊണ്ടാണ് അവർ അയാളെ അകത്ത് കയറാൻ അനുവദിച്ചത്. ദ ഡെലീഷ്യസ് ഡിഷ്, സ്വാദിഷ്ടമായ വിഭവം. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ. അയാൾ എന്ത് പറഞ്ഞു? ഒരു കലം എടുത്ത് അതിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, സെഡ് ദ യങ് ട്രാവലർ. യുവസഞ്ചാരി പറഞ്ഞു അതിനെ തീ കത്തിക്കാൻ പറഞ്ഞു. നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ് അല്ലേ? ദ ഓൾഡ് വുമൺ ഡിഡ് സോ. അവൻ പറഞ്ഞതുപോലെയെല്ലാം, ആ സഞ്ചാരി പറഞ്ഞതുപോലെയെല്ലാം ആ വൃദ്ധയായ സ്ത്രീ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗൻ ടു ബബിൾ. അപ്പോൾ വാട്ടർ കുമിള വരാൻ തുടങ്ങി, അതായത് തിളയ്ക്കാൻ തുടങ്ങി. ദ ട്രാവലർ വാഷ്ഡ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു ദ പോട്ട്. ആ സഞ്ചാരി എന്ത് ചെയ്തു? ഒരു വലിയ കല്ല് കഴുകിയെടുത്ത് ആ പോട്ടിനകത്തേക്ക്, ആ കലത്തിനകത്തേക്ക് ഇട്ടു. ഹീ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ആ സൂപ്പ് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. ആസ് ഹീ സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. സ്റ്റിർ ചെയ്യുന്ന സമയത്ത്, ഇളക്കുന്ന സമയത്ത് അയാൾ ചെറുതായിട്ട് മൂളിപ്പാട്ടും പാടിയിരുന്നു. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി, ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് വാട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. എന്നിട്ട് അയാൾ പറഞ്ഞു, സൂപ്പ് ഏകദേശം റെഡിയായി, പക്ഷെ ഒരു പിഞ്ച് സോൾട്ട്, ഉപ്പും കുറച്ച് ബട്ടർ, വെണ്ണയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായേനെ എന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൺ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ, സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്. അത് കേട്ട വൃദ്ധയായ സ്ത്രീ എന്ത് ചെയ്തു? കുറച്ച് ഉപ്പും കുറച്ച് വെണ്ണയും ആ കലത്തിലേക്ക് ആഡ് ചെയ്തു, ഇട്ടുകൊടുത്തു. ബുക്കിലെ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സോൾട്ട് ആൻഡ് സ്റ്റോൺ? യുവസഞ്ചാരിക്ക് ബട്ടറും സോൾട്ടും സ്റ്റോണും, അതായത് കല്ല്, ഉപ്പ്, വെണ്ണ ഇവ വെച്ച് സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? ആൻസർ എഴുതാം. നോ, ദ ട്രാവലർ നീഡ് മോർ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് ദ സൂപ്പ്. കൂടുതൽ ചേരുവകൾ സൂപ്പ് ഉണ്ടാക്കാൻ ആ സഞ്ചാരിക്ക് വേണ്ടിവരും അല്ലേ? ദ ഇൻഗ്രീഡിയൻസ്, സൂപ്പിലെ ചേരുവകൾ അല്ലേ? ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ. സൂപ്പ് റെഡിയായോ എന്നാ സ്ത്രീ ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. ഇല്ല, ഇതുവരെ ശരിയായിട്ടില്ല എന്ന് ആ സഞ്ചാരി പറഞ്ഞു. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഇത് വളരെ രുചികരവും സംതൃപ്തിദായകവുമാണ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. എന്താണ്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അത്ര ഇത് സ്വാദിഷ്ടമാണ്. ബട്ട് ആൻ ഓണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. 1-2 ഉള്ളി കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി രുചികരമായേനെ. ദ ഓൾഡ് വുമൺ സ്ലൈസ്ഡ് സം ഓണിയൻസ് ആൻഡ് ആഡഡ് ദം ഇൻടു ദ പോട്ട് വിത്ത് ദ സൂപ്പ് സ്റ്റോൺ. വൃദ്ധയായ സ്ത്രീ കുറച്ച് ഒണിയൻ സ്ലൈസ് ചെയ്ത്, അതായത് നുറുക്കി ആ കലത്തിലേക്ക് ഇട്ടു. ആ കലത്തിൽ എന്തുണ്ട്? സ്റ്റോൺ ഉണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി ഇട്ടു. The aroma spread out through the window, drawing the attention of a neighbor. ഇതിന്റെ സുഗന്ധം, ഈ സൂപ്പിന്റെ സുഗന്ധം ജനലിലൂടെ പുറത്തേക്ക് ഒഴുകി. അതുവഴി ഒരു അയൽക്കാരന്റെ ശ്രദ്ധ അതിലേക്ക് പിടിച്ചു പറ്റി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്? അയാൾ ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. അപ്പോൾ ആ സഞ്ചാരി പറഞ്ഞു, ഞാൻ കല്ല് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് തിങ്, സെഡ് ദ വില്ലേജർ. അപ്പോൾ ആ ഗ്രാമീണൻ പറഞ്ഞു, ഞാൻ ഇതുവരെ സ്റ്റോൺ സൂപ്പിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. യെസ്,
ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? അതെ, ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ദ ട്രാവലർ ആസ്റ്റ്. യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നൈബർ റിപ്ലൈഡ്. എനിക്ക് കുറച്ച് ടേണിപ്സും ബീൻസും വെജിറ്റബിൾസ് ആണേ, അത് ആഡ് ചെയ്യാനുണ്ടെന്ന് അയൽക്കാരൻ മറുപടി പറഞ്ഞു. ഹി റാൻ ഹോം, ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അയാള് വീട്ടിലേക്ക് ഓടി. ഓടി. ബ്രോട്ട് ദം എന്നിട്ട് എന്ത് കൊണ്ടുവന്നു? ബീൻസും ടേണിപ്പും കൊണ്ടുവന്ന് ആ കലത്തിലേക്ക് ഇട്ടു. അവിടെ താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൻസ് ഹൗസ്? എന്തുകൊണ്ടാണ് അയൽക്കാരൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? ആൻസർ, ബിക്കോസ് ഹി സ്മെൽഡ് ദ അരോമ ഓഫ് ദ സൂപ്പ് ആൻഡ് വാസ് ക്യൂരിയസ് അബൌട്ട് വാട്ട് ഷീ വാസ് കുക്കിംഗ്. ഈ സൂപ്പിന്റെ സുഗന്ധം കിട്ടിയിട്ടാണ് ആ അയൽക്കാരൻ വീട്ടിലേക്ക് വന്നത്. ആ സ്ത്രീ എന്താണ് വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? വേറെന്ത് ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ കൂടി ചേർത്താൽ സൂപ്പ് കുറച്ചുകൂടി നല്ലതാക്കാം. ദ ലേഡി ആഡഡ് സം ഓണിയൻ ആൻഡ് ദ നെയ്ബർ ആഡഡ് ടേണിപ്സ് ആൻഡ് ബീൻസ് ടു ദ സൂപ്പ്. അങ്ങനെ എഴുതാം. ദ ക്യൂരിയോസിറ്റി, ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. ആ നാട്ടിലെ ഗ്രാമീണരെല്ലാവരും ഈ സൂപ്പിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ടും ഈ സൂപ്പിന്റെ സുഗന്ധം കിട്ടാൻ തുടങ്ങി. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. സൂപ്പ് റെഡിയായോ എന്ന് ഗ്രാമീണർ ചോദിക്കാൻ തുടങ്ങി. ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. അപ്പോ യുവസഞ്ചാരി പറഞ്ഞു, ഇല്ല, ഇതുവരെയും റെഡി ആയിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. This soup is good, but a carrot or two would make it tastier. സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ക്യാരറ്റോ വേറെന്തെങ്കിലും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടിയേനെ. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, സെഡ് എ യങ് ലേഡി. അപ്പോൾ അവിടെ നിന്നൊരു യുവതി പറഞ്ഞു, എൻ്റെ തോട്ടത്തിൽ നിന്ന് ക്യാരറ്റ് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞവർ പോയി. She pulled out some fresh carrot from her garden and brought it back to the old woman's house. അവർ അവരുടെ തോട്ടത്തിൽ പോയി കുറച്ച് ക്യാരറ്റുകൾ പറിച്ചെടുത്തു. എന്നിട്ട് അതുമായിട്ട് ഈ വയസ്സായ സ്ത്രീയുടെ വീട്ടിൽ വന്നു. Then she chopped and added them to the soup. അതിനുശേഷം അവർ അത് അരിഞ്ഞ് ആ സൂപ്പിലേക്ക് ചേർത്തു. The traveler stirred the സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അതിനുശേഷം ആ സഞ്ചാരി ആ സൂപ്പ് ഇളക്കി കൊടുത്തു. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ടൂൺ. ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയിൽ അയാൾ പാട്ട് മൂളുന്നുണ്ടായിരുന്നു. ഹമ്മടെന്ന് പറഞ്ഞാൽ ചുണ്ട് മാത്രം അനക്കി തുറക്കാതെ പാടുന്ന പാട്ടാണ്, മൂളുക. അവിടെ താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്? സൂപ്പിന്റെ സുഗന്ധം പരന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വൺ ബൈ വൺ ദ വില്ലേജേഴ്സ് ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ ഓഫ് ദ സൂപ്പ് എന്ന് എഴുതാം. അത് വില്ലേജേഴ്സ് ഓരോരുത്തരായിട്ട് ഈ സുഗന്ധം കിട്ടി അവിടേക്ക് വന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? തോട്ടത്തിൽ ചെന്നിട്ട് ആ യുവതി എന്താണ് ചെയ്തത്? ആൻസർ, ദ ലേഡി പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ. തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫ്രഷ് ക്യാരറ്റ് പറിച്ചെടുത്തു എന്ന ആൻസർ എഴുതാം. ദ ഹാപ്പിനെസ്, സന്തോഷം. ഈസ് ദ സൂപ്പ് റെഡി? ആസ്ക്ഡ് അനദർ വില്ലേജർ. വേറൊരു ഗ്രാമീണൻ ചോദിച്ചു, സൂപ്പ് റെഡിയായോ? ഓ നോ, നോട്ട് യെറ്റ്, സെഡ് ദ യങ് ട്രാവലർ. അയാൾ എന്ത് പറഞ്ഞു? ഇല്ല, റെഡിയായില്ല, ഇതുവരെയും റെഡിയായില്ല എന്ന് ആ സഞ്ചാരി പറഞ്ഞു. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ്, ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഈ സൂപ്പ് വളരെ രുചികരമാണ്, പക്ഷേ ചിക്കൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രുചികരമായേനെ എന്ന് അയാൾ പറഞ്ഞു. ഹിയറിംഗ് ദിസ് ആൻ ഓൾഡ് ഫാർമർ വെന്റ് ടു ഹിസ് ഹൗസ് ആൻഡ് ബ്രോട്ട് എ ചിക്കൻ. ഇത് കേട്ട ഒരു വയസ്സായ കർഷകൻ എന്ത് ചെയ്തു? അയാളുടെ വീട്ടിൽ പോയിട്ട് ബ്രോട്ട് എ ചിക്കൻ കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, the onions and the soup stone. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? അയാളും ആ വയസ്സായ വൃദ്ധയും ചേർന്ന് അതിനെ ചിക്കനെ കട്ട് ചെയ്ത് അതിനുശേഷം ആ കലത്തിലേക്ക് ഇട്ടു. എന്തിൻ്റെയൊക്കെ കൂടെ? അപ്പോൾ കലത്തിൽ ക്യാരറ്റ് ഉണ്ട്, ഒണിയൻ ഉണ്ട്, പിന്നെ ആ സൂപ്പ് സ്റ്റോണും ഉണ്ട്. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്ക്ഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. അവസാനം ആ യുവസഞ്ചാരി കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് മസാലകൾ ആ കലത്തിലേക്ക് വിതറി. സ്പ്രിങ്ക്ഡ് മീനിങ് വിതറി എന്നാണ്. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അതിനുശേഷം അയാൾ ആ സൂപ്പ് ഇളക്കിക്കൊണ്ടേയിരുന്നു.
ആസ് ഹി സ്റ്റിർഡ് ഹി ഹമ്മഡ് എ ലിറ്റിൽ ടൂൺ. സ്റ്റിർ ചെയ്യുന്ന സമയത്ത്, ഇളക്കുന്ന സമയത്ത് അയാൾ ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. അവിടെ താഴായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? അവർ ചിക്കൻ എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? ദ ഓൾഡ് വുമൺ ആൻഡ് ദ ട്രാവലർ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട് എലോങ് വിത്ത് ദ ക്യാരറ്റ്സ്, ഒണിയൻ ആൻഡ് സൂപ്പ് സ്റ്റോൺ. എന്തിൻ്റെയൊക്കെ കൂടെ? ക്യാരറ്റിന്റെയും ഒണിയന്റെയും സൂപ്പ് സ്റ്റോണിന്റെയും കൂടെ ആ കലത്തിലേക്ക് ആ ഓൾഡ് വുമണും ആ വയസ്സായ സ്ത്രീയും ആ സഞ്ചാരിയും ചേർന്ന് ചിക്കൻ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടു. ദ ടേസ്റ്റി സൂപ്പ്, രുചികരമായ സൂപ്പ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈസ് ദിസ് സൂപ്പ് റെഡി? കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഗ്രാമീണർ ചോദിച്ചു, സൂപ്പ് റെഡിയായോ? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്. ചുണ്ടുകൾ നക്കിക്കൊണ്ട് ആ യുവസഞ്ചാരി പറഞ്ഞു, ഇത് മണക്കാനും നന്നായിട്ടുണ്ട്, അതേപോലെ തന്നെ രുചിയും നന്നായിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്, ഹി അനൗൺസ്ഡ്. ഇപ്പോൾ സൂപ്പ് വിളമ്പാൻ തയ്യാറാണ് എന്ന് അയാൾ പ്രഖ്യാപിച്ചു. ദ ഓൾഡ് വുമൺ ഹറിഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അപ്പോൾ ആ വയസ്സായ സ്ത്രീ കുറച്ച് ബൗളുകൾ എടുക്കാൻ തിടുക്കപ്പെട്ടു. ഹറിഡ് മീനിങ് തിടുക്കപ്പെട്ടു എന്നാണ്. ദ യങ് ട്രാവലർ ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, ക്ലീൻഡ് ഇറ്റ് ആൻഡ് ഇറ്റ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. അയാൾ എന്ത് ചെയ്തു? ആ യുവസഞ്ചാരി ആ സ്റ്റോണ് കലത്തിൽ നിന്നും പുറത്തെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അയാളുടെ പോക്കറ്റിലേക്ക് ഇട്ടു. Then the traveler poured the soup into the bowls on the table. എന്ത് ചെയ്തു? ടേബിളിലിരുന്ന ബൗളുകളിലേക്ക് അയാൾ ഈ സൂപ്പ് ഒഴിച്ചു. The villagers tasted the soup and exclaimed, it is really delicious. ആ ഗ്രാമീണർ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആർത്ത് വിളിച്ചു. എക്സ്ക്ലൈംഡ്, ആർത്ത് വിളിച്ചു. ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്, ഇത് വളരെ രുചികരമാണ് എന്ന് പറഞ്ഞു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഷോ ദാറ്റ് സൂപ്പ് ഈസ് വെരി ടേസ്റ്റി. സൂപ്പ് വളരെ ടേസ്റ്റ് ഉള്ളതാണെന്ന് കാണിക്കുന്ന സെന്റൻസ് ഇതിലേതാണ്? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. ഇതാണ് ആ സെന്റൻസ്. നിങ്ങൾക്ക് എഴുതാം. സൂപ്പ് രുചികരവുമാണ്, നല്ല മണവും ഉണ്ട് എന്ന് അയാൾ ചുണ്ട് നക്കിക്കൊണ്ട് പറഞ്ഞു അല്ലേ ആ സഞ്ചാരി. അതുമാത്രമല്ല, ഇത് വളരെ സ്വാദിഷ്ടവുമാണ്. ദ റിയലൈസേഷൻ, തിരിച്ചറിവ്. വി വുഡ് ആൾസോ ലൈക്ക് ടു മേക്ക് ദിസ് സൂപ്പ്. വേർ ക്യാൻ വി ഗെറ്റ് സച്ച് എ മാജിക് സ്റ്റോൺ? ആസ്ക്ഡ് എ വില്ലേജർ. ഒരു ഗ്രാമീണൻ ചോദിച്ചു ആ സഞ്ചാരിയോട്, ഞങ്ങൾക്കും ഇങ്ങനത്തെ സൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, എവിടെ കിട്ടും ഈ മാജിക് കല്ല് എന്ന് അയാൾ ചോദിച്ചു. ദ ട്രാവലർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് സെഡ്. ആ സഞ്ചാരി ചിരിച്ചുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ കല്ല് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ഇതൊരു സാധാരണ കല്ലാണ്. നോക്കൂ, ഇത് സാധാരണ കല്ലാണ് എന്ന് പറഞ്ഞു. ദ സൂപ്പ് ടേസ്റ്റ് ഗുഡ് ബിക്കോസ് ഓഫ് ആൾ ദ യമി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. സൂപ്പ് ടേസ്റ്റ് ആവാൻ കാരണം നിങ്ങൾ തന്ന നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾസും ചിക്കനും ഒക്കെയാണ്. ദ വില്ലേജേഴ്സ് വെയർ സർപ്രൈസ്ഡ്. അത് കേട്ട ഗ്രാമീണർ അത്ഭുതപ്പെട്ടു. ദ മേക്കിംഗ് ഓഫ് സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗദർ. സൂപ്പ് ഉണ്ടാക്കിയത് കാരണം ഗ്രാമവാസികളെല്ലാം ഒന്നിച്ചു. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം അവർ ആഹാരങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? ആ സഞ്ചാരി ആ ഗ്രാമീണരെടുത്ത് ഒരു ട്രിക്ക് പ്രയോഗിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആൻസർ, യെസ്, ദ ട്രാവലർ ഡിഡ് പ്ലേ എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ച് us? ഈ സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ്? ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ് വെൻ ദ പീപ്പിൾ വർക്കിംഗ് ടുഗദർ ആൻഡ് ഷെയർ വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ആൻഡ് ഓവർകം ചലഞ്ചസ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് ചലഞ്ച് ഓവർകം ചെയ്യാനും നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനും സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്